മക്കളെ കീമിന്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾ ഒരുപാട് വെറിഡ് ആണെന്ന് അറിയാം. ഒരുപാട് കുട്ടികൾ എക്സാം എഴുതി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റാങ്ക് ലിസ്റ്റ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തു, കീം റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട്. മന്ത്രിയുടെ പ്രസ്താവനയുടെ ബേസിലായിരുന്നു ആ വീഡിയോ ചെയ്തത്. പക്ഷെ ഇന്ന് പറയാൻ കഴിഞ്ഞത്, ഇപ്പൊ നമ്മളെ +2 എക്സാമിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഇന്ന് രാത്രി 11:59 വരെ നീട്ടിയിട്ടുണ്ട്. അതായത് ഇന്ന് മാർക്ക് ലിസ്റ്റ് വീണ്ടും, അഥവാ ആരോടെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 11:59 മുമ്പായിട്ട് മാർക്ക് അപ്ലോഡ് ചെയ്യാനാണ് ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി മാർക്ക് അപ്ലോഡ് ചെയ്ത് മാർക്ക് സമീകരണം നടത്തി, ഈ സമീകരണത്തിന് ഒരുപാട് പ്രശ്നമായിരുന്നു. CBSE-ലെയും സ്റ്റേറ്റിലെയും കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് സമീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വൈകിയത്. അപ്പൊ അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കും, അവരുടെ ഒരു ഫോർമുല ഉണ്ടാക്കി, ആ ഫോർമുല 10 ദിവസം മുമ്പ് ആ ഫോർമുല അവരുണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുലയുടെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. 28-ാം തീയതിയായി കീം റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ഒരുപാട് വെറിഡാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാണ്. റാങ്ക് ലിസ്റ്റ് ഇന്ന് വരുമെന്ന് നമുക്കൊരു ഇന്നോ നാളെയോ വരുമെന്ന് പറയാൻ പറ്റില്ല. 2 ദിവസം ഇനിയും എടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അപ്ലോഡ് ചെയ്ത് മാർക്ക് സമീകരണം നടത്തി, അവരുടെ മാർക്ക് കൂടി സമീകരണം നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അപ്പൊ കുട്ടികൾ ഒരുപാട് വെറിയുടെ കാര്യം ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വരും എന്ന് തന്നെ കരുതാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ.